ഈ സമുദായം എങ്ങനെയാണ് ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയായി മാറിയത്? ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ നാരായണീയരുടെ രണ്ടു വശങ്ങളാണ് ഈഴവരും തീയരുമെന്നാണ് ഇതുവരെ പോകൻ മനസ്സിലാക്കിയിരുന്നത്. കേരളത്തിന്റെ തെക്കുവശത്തുള്ള നാരായണീയർ ഈഴവരും അതുപോലെ തന്നെ വടക്ക് വശത്തുള്ള നാരായണീയർ തീയരും. ഈ നിലയിലായിരുന്നു പോങ്ങന്റെ ഈഴവ പരിചയം. നായർ സമുദായത്തിന് ധാരാളം ഉപജാതികളും അവാന്തര വിഭാഗങ്ങളും ഒക്കെ ഉള്ളതുപോലെ ഈഴവ സമുദായത്തിനും അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുമുണ്ട്. മേനോൻ, ഉണ്ണിത്താൻ, കൈമൾ, പിള്ള, കുറുപ്പ് എന്നിങ്ങനെ നായന്മാർക്ക് ഉള്ളതുപോലെ ചില കുലനാമങ്ങൾ ഈഴവർക്കുമുണ്ടെന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതായത് ആശാൻ, വൈദ്യൻ, പണിക്കർ, ചേകവർ, ചാന്നാൻ, തണ്ടാൻ എന്നിങ്ങനെ. നായർ സമുദായവും ഈഴവ സമുദായവും സഹകരണ ബുദ്ധിയോടുകൂടി പണിക്കർ വാൽ പങ്കിടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ശാസ്ത്രീയ പരിശോധന കൂടാതെ നായർക്കുള്ള ഒരു തെറി വാല് മാത്രം നോക്കി ഏതേലും പണിക്കർക്ക് കൊടുത്താൽ ചിലപ്പോൾ ആ തെറി കൊള്ളുന്നത് ഈഴവ പണിക്കർക്കാവുമെന്ന് സാരം. കേരളത്തിലെ ഹൈന്ദവ ജനസംഖ്യയിൽ ഈഴവരാണ് ഭൂരിപക്ഷം. ഏതാണ്ട് 23-24% ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങളാണ്. അതായത് അംഗസംഖ്യയിൽ ഏതാണ്ട് 4/1 ഹൈന്ദവ സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈഴവ സമുദായമാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈഴവരും തീയരും ഒന്നല്ല എന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സമുദായങ്ങളാണ് അവയെന്നുമുള്ള അറിവ് ഇപ്പോഴാണ് എനിക്ക് ലഭിക്കുന്നത് കേട്ടോ. വെളിപാട് പോലെ അങ്ങോട്ടേക്ക് ഉള്ളിലുണ്ടായ ഒരു അറിവല്ല അത്. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയായിട്ടുള്ള തീയ മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ ഗണേഷ് അരമങ്ങാനം പോങ്ങനോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം എൻ്റെ അമ്മയുടെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു. വളരെ കാലമായിട്ടുള്ള പരിചയമാണ്, അടുത്ത പരിചയമുണ്ട്. സ്വാഭാവികമായിട്ട് സംസാര മധ്യേ ഈ ഒരു കാര്യം വന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പോയി കണ്ടു. അങ്ങനെ എൻ്റെ അറിവിലേക്ക് വന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും വിശ്വാസ പ്രമാണങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, ഉത്സവാഘോഷങ്ങൾ, ഭക്ഷണ സമ്പ്രദായങ്ങൾ എന്നിങ്ങനെ സകലതിലും വളരെ സവിശേഷമായിട്ടുള്ള ഒരു സാംസ്കാരിക തനിമ തന്നെ പുലർത്തുന്ന സമുദായമാണ് തീയ സമുദായം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എൻ്റെ അറിവിന് വളരെ പുതുമയായി അനുഭവപ്പെട്ടതുകൊണ്ട് അത് തീർച്ചയായിട്ടും പോക സമൂഹവുമായി ഈ വിവരങ്ങളൊക്കെ ഞാനൊന്ന് പങ്കുവെച്ചോട്ടെ എന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടിയും വന്നു. അതിനെന്താ, ഞാൻ തന്നെ പറയാമല്ലോ എന്ന് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം എന്നോട് സഹകരിക്കുകയും ചെയ്തു. അതിന്റെ അനന്തരഫലമാണ് ഈ വീഡിയോ. തീയ സമുദായത്തെ പറ്റിയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന ചില പ്രയാസങ്ങളെ പറ്റിയും ഒക്കെ എന്റെ മൊബൈൽ ക്യാമറയിലൂടെ അദ്ദേഹം പോക സമൂഹത്തോട് പറഞ്ഞു. വെറും പറച്ചിലല്ല, വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. തീയ മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ ഗണേഷ് അരവങ്ങാനത്തിന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും പൈതൃകം കൊണ്ടും ഏറ്റവും സമ്പന്നമായ മലബാറിലെ സമുദായമാണ് തീയ സമുദായം. എന്നാൽ ഇന്ന് ആ തീയ സമുദായത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. OBCയിൽ 14% സംവരണമുള്ള ഈഴവാബാർ, തീയാബാർ, വില്ലവ എന്ന കാറ്റഗറിയിൽപ്പെടുന്ന തീയരിന്ന് ഈഴവ സമുദായത്തിന്റെ 8ാമത്തെ ഉപജാതിയായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന അനുവദിച്ച സംവരണ ആനുകൂല്യങ്ങൾ തീയ സമുദായത്തിന് വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തീയ സമുദായത്തെ പ്രത്യേക സമുദായമായി ഗവൺമെൻറ് രേഖകളിൽ രേഖപ്പെടുത്തുക, അർഹമായ സംവരണ ആനുകൂല്യങ്ങൾ ആനുപാതികമായി നൽകുക എന്ന തീയ മഹാസഭയുടെ വളരെ വർഷങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്കേറെ പ്രസക്തിയേറുന്ന സമയമാണിപ്പോൾ. മലബാറിലെ ജീവിത രീതി കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും പൈതൃകം കൊണ്ടും ഏറെ വ്യത്യസ്തമായ ശ്രേഷ്ഠമായ ഒരു സമുദായമാണ് തീയ സമുദായം. വയനാട്ടുകുലവനും മുത്തപ്പനും മറ്റു ദേവീദേവന്മാരെയൊക്കെ ആരാധിച്ചു പോകുന്ന നൂറുകണക്കിന് തറവാടുകളും സമുദായ ക്ഷേത്രങ്ങളും കഴകങ്ങളും നടത്തിക്കൊണ്ടുപോകുന്ന പ്രബലമായ ശ്രേഷ്ഠമായ ഒരു സമുദായമാണ് തീയ സമുദായം. ആ സമുദായം ഇന്ന് ഗവൺമെൻറ് നൽകിയ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ കേരളത്തിൽ എത്ര തീയരുണ്ട് എന്ന് റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് നൽകാൻ പറ്റാത്ത രീതിയിൽ രേഖകളിലൊന്നും കൃത്യമായി ഇല്ലാത്ത രീതിയിലാണ് തീയരുടെ അവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ 2024 കേന്ദ്ര ഗവൺമെൻറ് നടപ്പിൽ വരുത്താൻ പോകുന്ന ജാതി സെൻസസിൽ കേരളത്തിലെ തീയരെ പ്രത്യേക കോളത്തിൽ രേഖപ്പെടുത്തുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് തീയ മഹാസഭ പ്രവർത്തിക്കുന്നത്. ഇതിനുവേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും പ്രതിപക്ഷ നേതാവിനും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കുമൊക്കെ ഒരുപാട് കാലമായി നിവേദനം നൽകി നമ്മൾ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഈ വരാൻ പോകുന്ന ജാതി സെൻസസിൽ കേരളത്തിലെ തീയരെ പ്രത്യേകം രേഖപ്പെടുത്തുന്നതുവരെ തീയ മഹാസഭ ഈ മഹത്തായ സമരരംഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വലിയ പാരമ്പര്യമുള്ളൊരു സമുദായം. ഈ സമുദായം എങ്ങനെയാണ് ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയായി മാറിയത്?
യാതൊരു രീതിയിലും ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ സംസ്കൃതി കൊണ്ടോ പൈതൃകം കൊണ്ടോ ഈഴവ സമുദായവുമായി ഒരു ബന്ധവുമില്ലാത്ത തീയരെ എങ്ങനെയാണ് ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റിയത്? 1998 ശേഷം ഭരണസിരാകേന്ദ്രങ്ങളിൽ അവർക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടു ആ സംവരണ ആനുകൂല്യങ്ങൾ. അങ്ങനെ തീയരെ 8ാമത്തെ ഉപജാതിയാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ തീയ സമുദായത്തിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കുവാനോ അവർക്ക് ഉന്നതമായ ജോലിയിൽ എത്താനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അങ്ങനെ ഏകദേശം അനൗദ്യോഗികമായ കണക്കെടുപ്പിലൂടെ 60 ലക്ഷത്തോളം വരുന്ന മലബാറിലെ തീയരെ ഈ ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റിയതോടുകൂടി ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയിലൂടെ തീയരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയ പൈതൃകമുള്ള സംസ്കാരമുള്ള സമ്പന്നമായ ശ്രേഷ്ഠമായ ഒരു സമുദായമാണ് തീയ സമുദായം. വടക്കൻ മലബാറിൽ എവിടെ തെയ്യം നടക്കണമെങ്കിലും ഏത് തറവാട്ടിലാണെങ്കിലും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഏത് സമുദായത്തിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും തെയ്യം കെട്ടിയാടിക്കുമ്പോൾ അവിടെ ഒരു തീയൻ്റെ കയ്യൊപ്പില്ലാതെ ഒരു തെയ്യവും പൂർത്തിയാകുന്നില്ല. കലശക്കാരനായിട്ടെങ്കിലും ഒരു തീയനില്ലാതെ ഒരു തെയ്യവും പൂർണ്ണമാകുന്നില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. വയനാട്ടുകുലവനും മുത്തപ്പനും അതുപോലെ ദേവീ ദേവന്മാരെയും ആരാധിച്ചു പോകുന്ന വലിയ ഒരു ശ്രേഷ്ഠമായ പൈതൃകമുള്ള സമുദായമാണ് തീയർ. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തെ ഒരു കാരണവശാലും ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റാൻ പാടില്ല എന്ന ശക്തമായ നിലപാടാണ് മലബാറിലെ തീയർക്കും തീയ മഹാസഭയ്ക്കുമുള്ളത്. ഒരു കാലത്ത് തീയരെ തീയ തമ്പുരാൻ എന്ന് വിളിച്ചിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കാലത്ത് തന്നെ മദ്രാസ് സർക്കാരിൻ്റെ സമയത്ത് ഏറ്റവും ഉന്നതമായ പദവികൾ അലങ്കരിച്ചിരുന്നത് തീയ സമുദായ അംഗങ്ങളാണ്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്ത് പൂപ്പറമ്പിൽ മന്നനാർപ്പാടി എന്ന ഒരു തീയ രാജവംശമുണ്ടായിരുന്നു. എന്നാൽ ചരിത്രത്തിൻ്റെ ഒരു രേഖകളിൽ പോലും ആ തീയ രാജവംശത്തെക്കുറിച്ച് എവിടെയും രേഖപ്പെടുത്തുന്നില്ല. പുരാവസ്തു കേന്ദ്രങ്ങളിൽ എവിടെയും ഈ തീയ സമുദായത്തെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. 3000 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ സമ്പന്നമായ ഒരു രാജവംശമായിരുന്നു മന്നനാർപ്പാടി തീയ രാജവംശം. ആ രാജവംശം ഇന്ന് നശിച്ച് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ കയ്യേറി ഇന്ന് 1 ഏക്കറിൽ താഴെ മാത്രം സ്ഥലവും ഇടിഞ്ഞു പൊളിഞ്ഞൊരു ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളും കുറച്ച് വാളുകളും മാത്രമാണ് അവിടെയുള്ളത്. ഇത്രയും പ്രബലമായ ഒരു സമുദായത്തിൻ്റെ രാജവംശം എങ്ങനെ ചരിത്രത്തിൻ്റെ രേഖകളിൽ ഇടം തേടാതെ പോയി എന്ന് പറയുമ്പോൾ അതിനെതിരെയൊക്കെ ആരുടെയൊക്കെ കരുനീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, വടക്കൻ പാട്ടിലൂടെയും കളരിയിലൂടെയും നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച ഉണ്ണിയാർച്ച ഈ തീയ സമുദായത്തിൻ്റെ പാരമ്പര്യത്തിലുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിൽ കളരിയാണെങ്കിലും വൈദ്യമാണെങ്കിലും സംസ്കൃതമാണെങ്കിലും പൂരക്കളിയാണെങ്കിലും മറുത്തുകളിയാണെങ്കിലും എല്ലാ രീതിയിലും വലിയ പൈതൃകം ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു സമുദായമാണ് തീയ സമുദായം. തീയ സമുദായത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ തീയ സമുദായത്തിലെ ആചാര്യന്മാർ തന്നെയാണ് അവിടെ പ്രതിഷ്ഠ ചെയ്യുന്നതും ആ ആചാര്യന്മാർ തന്നെയാണ് അവിടെയുള്ള എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് എന്നത് കേരളത്തിലെ മറ്റൊരു സമുദായത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകതയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ പൈതൃകമുള്ള മലബാറിലെ തീയരുടെ ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ നൽകുന്ന ഭരണഘടന നൽകുന്ന അവകാശങ്ങളൊന്നും ലഭിക്കാതെ മറ്റൊരു സമുദായത്തിൻ്റെ ഒരു ബന്ധമില്ലാത്ത ഒരു സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റുക വഴി ഇത്രയും ശ്രേഷ്ഠമായ പൈതൃകമുള്ള ഒരു സമുദായത്തെ അവരുടെ അസ്തിത്വമില്ലാതാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഈഴവ സമുദായത്തിനുണ്ടായിട്ടുള്ളത്. അവർക്കാവശ്യമായ സാമ്പത്തിക ലാഭത്തിനും അവർക്കാവശ്യമായ രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി തീയരുടെ കൂടി പേര് ഞങ്ങൾ ഒന്നാണ്, തെക്കൻ കേരളത്തിൽ ഈഴവനും വടക്കൻ മലബാറിലെ തീയനും ഇത് രണ്ടും ഒന്നാണെന്ന കുപ്രചരണം നടത്തി ഇത്രയും കാലം മലബാറിലെ തീയരെ പറ്റിക്കുകയായിരുന്നു. ഈ രണ്ട് സമുദായങ്ങളും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള സമുദായമാണ്. തീയരുടെ ഒരു പൈതൃകവും അവകാശപ്പെടാൻ ഈഴവ സമുദായത്തിന് കഴിയാത്തിടത്തോളം കാലം എങ്ങനെയാണ് ഈഴവ സമുദായത്തിൻ്റെ ഉപജാതി തീയനായത്? 2026 കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്ന ജാതി സെൻസസിൽ തീയരെ പ്രത്യേക കോളത്തിൽ രേഖപ്പെടുത്തണം. തീയ സമുദായത്തിന് അർഹമായ ആനുപാതിക സംവരണം അനുവദിച്ചു നൽകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് തീയ മഹാസഭ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിനാവശ്യമായ വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് മലബാറിലെ 60 ലക്ഷത്തോളം വരുന്ന തീയരുടെ ആശങ്ക തീർക്കാൻ സർക്കാരുകൾ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. കേരള രാഷ്ട്രീയത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഒരുപാട് പ്രഗത്ഭരെ സംഭാവന ചെയ്ത ഒരു സമുദായമാണ് തീയ സമുദായം.
മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും MP-മാരും MLA-മാരും അങ്ങനെ വലിയ രീതിയിലുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്ന അംഗങ്ങളുള്ള ഒരു സമുദായമാണ് തീയ സമുദായം. തീർച്ചയായിട്ടും ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും പൈതൃകവും കൊണ്ടും സമ്പന്നമായ ഈ സമുദായത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. തീയൻ്റെ ശബ്ദം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് തീയ മഹാസഭ. തീയ സമുദായത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പുരോഗതിയിലേക്ക് തീയ സമുദായത്തെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന തീയ മഹാസഭ കുറേ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് തീയരെ പ്രത്യേക സമുദായമായി ഗവൺമെൻറ് രേഖപ്പെടുത്തണം, തീയർക്ക് അർഹമായ ആനുപാതിക സംവരണം അനുവദിച്ചു നൽകണമെന്നത്. അതിൻ്റെ ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന ജാതി സെൻസസിൽ അത് രേഖപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് നടക്കാൻ സാധ്യതയില്ല. 1931 ആദ്യമായി ജാതി സെൻസസ് ഇന്ത്യയിൽ നടന്നത്, ബ്രിട്ടീഷ് ഭരണകാലത്ത്. ഏകദേശം 95 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു ജാതി സെൻസസ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം ഏറ്റവും നല്ല സമയമാണ്, സർക്കാരുകൾക്ക് ഇത് രേഖപ്പെടുത്താൻ പറ്റിയ സമയമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ മലബാറിലെ തീയരെ പ്രത്യേക സമുദായമായി ജാതി സെൻസസിൽ രേഖപ്പെടുത്താൻ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൈക്കൊള്ളണമെന്നാണ് തീയ മഹാസഭയ്ക്ക് പറയാനുള്ളത്. കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനയിലേക്കും ഒരുപാട് ഉന്നതമായ വ്യക്തികളെ സംഭാവന ചെയ്ത ഒരു സമുദായമാണ് തീയ സമുദായം. ബഹുമാനപ്പെട്ട ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, അതുപോലെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ V. മുരളീധരൻ, അതുപോലെ KPCC മുൻ പ്രസിഡൻറ്റും MP-യുമായ ശ്രീ K. സുധാകരൻ, BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നിരവധി വലിയ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തികളെ സംഭാവന ചെയ്ത ഒരു സമുദായമാണ് തീയ സമുദായം. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും പൈതൃകവും കൊണ്ടും സമ്പന്നമായ തീയ സമുദായത്തിലെ ഇന്നത്തെ ഈ തലമുറ വിദ്യാഭ്യാസമായി പുരോഗതിയിലേക്കും തൊഴിൽപരമായ പുരോഗതിയിലേക്കും എത്താത്ത രീതിയിൽ നിൽക്കുകയാണ്. അതിന് കാരണം തീയ സമുദായം ഇന്ന് OBC-യിൽ ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റിയതോടുകൂടി ഡിഗ്രിയും PG-യും കഴിഞ്ഞ് തീയ സമുദായത്തിലെ നൂറുകണക്കിന് കുട്ടികൾ സംവരണാനുകൂല്യത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാതെ ജോലി ലഭിക്കാത്തൊരവസ്ഥയിൽ ചെറിയ ജോലികൾക്ക് കടകളിലും ഷോപ്പുകളിലും പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. മറ്റു സമുദായങ്ങളൊക്കെ ഒരുപാട് അവകാശങ്ങൾ സംഘടിത ശക്തിയായി നേടിയെടുത്തപ്പോൾ മലബാറിലെ തീയരെ ഈഴവൻ്റെ ഉപജാതിയാക്കി മാറ്റി ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം കൂടി കിട്ടാത്തൊരവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തീയ മഹാസഭ ആവശ്യപ്പെടുന്നത്, തീർച്ചയായിട്ടും തീയ സമുദായത്തെ ഒരു പ്രത്യേക സമുദായമായി തന്നെ ഗവൺമെൻറ് രേഖപ്പെടുത്തണം. തീയർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് തീയ മഹാസഭ ആവശ്യപ്പെടുന്നത്. കാലാകാലങ്ങളായി മലബാറിലെ തീയർ രാഷ്ട്രീയ ചാവേറുകളായി മാറിയൊരു കാലഘട്ടമുണ്ടായിരുന്നു. എവിടെ കൊലപാതകം നടന്നാലും ആ കൊലപാതകങ്ങളിൽ ഒരു ഭാഗത്ത് തീയ സമുദായമുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മരിക്കുന്നതും കൊല്ലുന്നതും തീയ സമുദായം തന്നെയായിരുന്നു. കണ്ണൂരിലും മറ്റും നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ 80% തീയ സമുദായ അംഗങ്ങളാണ് ഒന്നുകിൽ മരണപ്പെടുക അല്ലെങ്കിൽ ജയിലിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായത്. ഇതൊക്കെ മാറി വന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു സംഘടിത ശക്തിയാവാതെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ പോയ ഒരു സമുദായമാണ് തീയ സമുദായം. അതിന് മാറ്റം വരുത്തുവാനാണ് തീയ മഹാസഭ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തീയ മഹാസഭയുള്ളത്. മലബാറിൽ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ 7 ജില്ലകളിൽ വളരെ ശക്തമായ സംഘടനാ സംവിധാനമുള്ള തീയ മഹാസഭയുടെ അനൗദ്യോഗികമായ കണക്കെടുപ്പിൽ മലബാറിൽ ഏകദേശം 60 ലക്ഷത്തോളം തീയ സമുദായ അംഗങ്ങൾ ഉണ്ട് എന്നതാണ്. ഇത്രയും പ്രബലമായ ഒരു സമുദായം എങ്ങനെ ഈഴവ സമുദായത്തിൻ്റെ 8ാമത്തെ ഉപജാതിയായി എന്നത് നമ്മൾ മനസ്സിലാക്കണം. തീയരും ഈഴവരും നാരായണീയത്തിൻ്റെ 2 വശങ്ങളാണോ, അതോ രണ്ടും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള 2 ഒറ്റ നാണയങ്ങളാണോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുമല്ലോ അല്ലേ? സ്നേഹം.